ഹായ്, ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരം എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ കാൻബറയിലെ ഓസ്ട്രേലിയൻ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയയുടെ അതുല്യമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും സൗന്ദര്യത്തിന്റെയും ഒരു ജീവനുള്ള ഗാലറിയാണ് ഈ സ്ഥലം. മൂടൽ മഞ്ഞുള്ള മഴക്കാടുകൾ മുതൽ മരുഭൂമി പാതകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഏക്കറോളം വരുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കാൻബറ സിറ്റിയിൽ തന്നെയാണ്. ഗാർഡൻ എൻട്രി ഫ്രീ ആണ്, പക്ഷേ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് പാർക്കിംഗ് ഫീ ഉണ്ട്. കാൻബറ ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്തപ്പോൾ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി അഡ്വൈസറി കൗൺസിൽ അന്നത്തെ റിപ്പോർട്ടിൽ ഉദ്യാനങ്ങൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തിരുന്നു. 1935 കാൻബറയിലെ ബ്ലാക്ക് മൗണ്ടനിൽ ഉദ്യാനങ്ങൾക്കായി ഒരു വലിയ സ്ഥലം നീക്കിവെക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ബെൻ ഷിഫ്ലിയും ക്യൂ ഗാർഡൻസിന്റെ ഡയറക്ടർ സർ എഡ്വേർഡ് സാലിസ്ബറിയും ചേർന്ന് പ്ലാന്റിംഗ് സെറമണി നടത്തി. പിന്നീട് 1970 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ജോൺ ഗൾട്ടൺ ഈ ഉദ്യാനം ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്. ഈ ഗാർഡൻസിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ഓസ്ട്രേലിയയുടെയും ടാസ്മാനിയയുടെയും തീരങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന 170-ലധികം ബാങ്ക്സിയ ഇനങ്ങളുടെ വിശാലമായ ഒരു ശേഖരം പ്രദർശിപ്പിക്കുന്ന ഒരു പുതിയ ബാങ്ക്സിയ ഉദ്യാനം കൂടി ആരംഭിച്ചു. $5,500-ലധികം തരത്തിലുള്ള മരങ്ങളും ചെടികളും ഒക്കെയാണ് ഈ ഗാർഡനിൽ ഉള്ളത്. ഈ പറയുന്ന ചെടികളും മരങ്ങളും ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിലെ പല ക്ലൈമറ്റിൽ വളർന്നവയാണ്. ഇവയെല്ലാം വളരാനായിട്ടുള്ള അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ചസ് അനുസരിച്ച് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ. ബട്ട് അതെല്ലാം ഓവർകം ചെയ്ത് ഈ ഗാർഡൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടുത്തെ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. തീം ബേസ്ഡ് ആണ് ഇവിടുത്തെ ഫുൾ ഗാർഡൻ അറേഞ്ച്മെന്റ്സ്. റെയിൻ ഫോറസ്റ്റ് ഗള്ളി, റോക്ക് ഗാർഡൻ, സിഡ്നി റീജൻ ഫ്ലോറ, യൂക്കാലിപ്റ്റ് ലോൺസ്, അതുപോലെ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നടന്ന് മുഴുവൻ കാണാം, അല്ലെങ്കിൽ ഫ്രീ ഡെയിലി ഗൈഡഡ് ടൂർ വാക്സ് ഉണ്ട്, മിനി ബസ് ടൂർ ഉണ്ട്. ബസ് ടൂർ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് $8 കോസ്റ്റ് വരുന്നത്. ഞങ്ങൾ ബസ് ടൂറാണ് എടുത്തത്. ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് നമുക്ക് ഗാർഡനകത്ത് ബസ്സിലിരുന്ന് കാണാൻ പറ്റും. ഗൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. ഗൈഡ് പറഞ്ഞു തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ ഈ കാണുന്ന റെയിൻ ഫോറസ്റ്റ് ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ
കുറച്ചൊന്നും ആയിരിക്കില്ല അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. കാരണം അവർ പറയുന്നത് ഈ കാണുന്ന ചെടികൾക്ക് ചുറ്റും ആദ്യം അവർ ചെറിയ ചെറിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ആ മരങ്ങൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിയതിന് ശേഷം ഈ ചെടികൾ വെച്ച് ദിവസവും ഇടവിട്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തൊക്കെയാണ് അവർ ഈ ക്ലൈമറ്റ് സെറ്റാക്കി എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത മിനി ബസ് ടൂറിലെ കുറച്ച് കാഴ്ചകൾ നമുക്കിനി കാണാം. ചെടികളെയും മരങ്ങളെയും പ്രകൃതിയെയും പറ്റിയെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയൊരു ചോയ്സാണ് കാൻബറയിലെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. കാൻബറയിലെ കൂടുതൽ കാഴ്ചകൾ നമുക്കിനി വരുന്ന വീഡിയോയിൽ കാണാം. സോ ദിസ് ഇസ് റതുൽ ആൻഡ് അപർണ സൈനിങ് ഓഫ്. ബൈ. ബൈ.